സല്ലല്ലാഹു അലൈഹി വസല്ലം. പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോളിക്കളയാം. ഇപ്പൊ നമ്മളിവിടെ പറയുണ്ടായി, ബഹുമാന്യനായ കബീർ ഉസ്താദ് പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് എന്തെന്നില്ലാത്ത പരീക്ഷണങ്ങളാണ്. മുസ്ലിമീങ്ങള് ഇപ്പൊ ആകെപ്പാടെ എവിടെ ചെകുത്താനും കടലിനും മധ്യ എന്ത് ചെയ്യുമെന്നറിയാതെ പതറി നിൽക്കുക. ഈ പ്രശ്നത്തിന് എന്തേലും പരിഹാരമുണ്ടോ? എല്ലാരും ഇത്രയും കടുത്ത പരീക്ഷണം, ഇങ്ങനെ പരീക്ഷണം നമുക്ക് വരെ വരുമ്പോൾ പല ആളുകളും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും പറയും മുസ്ലിങ്ങൾക്ക് എവിടെയും പ്രയാസ. ഇതാണ് ഇസ്ലാമിന്റെ കുഴപ്പം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എവിടെ മുസ്ലിം ഉണ്ടോ അവിടെ അവന് പ്രശ്നമാ, അല്ലേ? സംശയമൊന്നുമില്ല. പക്ഷെ ഇത് പറയുന്നവരുണ്ടാക്കണ പ്രശ്നം തന്നെയാ. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കണത് ഈ പറയണവനാ. എന്നിട്ട് പറയും ഇതേ പ്രശ്നമല്ലേ എന്ന്. ഇറാഖി പ്രശ്നമല്ലേ എന്ന് ആരാ ചോദിക്കണേ? അമേരിക്കയുടെ ആള്. ഉണ്ടാക്കിയ ആരാ? അമേരിക്ക. ഫലസ്തീനി പ്രശ്നമല്ലേ എന്ന് ഇസ്രയേലിന്റെ ആള്. ഉണ്ടാക്കിയ ആരാ? ഇസ്രയേല്, അല്ലേ? അഫ്ഗാനിൽ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അഫ്ഗാനിലെ പ്രശ്നം ഉണ്ടാക്കിയതാരാ? അമേരിക്കയല്ലേ, അല്ലേ? യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ മുസ്ലിമീങ്ങൾ പ്രശ്നത്തിലാണെന്ന് വരുത്തി തീർത്തുകൊണ്ട്, മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസൽമാന്റെ ഈമാനിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കിയില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം പതറിപ്പോകും. ശരിയാണല്ലോ, ഇത്രയും വലിയ പരീക്ഷണം വേറെ ആർക്കും ഇല്ലാത്ത ഇത്രയും വലിയ പരീക്ഷണം പിന്നെന്തിനാ നമുക്ക് മാത്രം? ഈ മതം അത്ര ശരിയാണെങ്കിൽ ഇങ്ങനെ വരാൻ പാടില്ലല്ലോ എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ള പറയുന്നു നിന്നെ പടച്ചത് തന്നെ പരീക്ഷിക്കാനാ. പടച്ചത് തന്നെ പരീക്ഷിക്കാനാ, യാതൊരു സംശയമില്ല. എവിടെയും പരീക്ഷണം. തുർക്കിയിൽ പരീക്ഷണം, ഖത്തറിൽ പരീക്ഷണം, ഫലസ്തീനിൽ പരീക്ഷണം, അങ്ങനെ 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 ലോകത്തിന്റെ പല കോണുകളിലും പരീക്ഷണങ്ങളുടെ കഥകൾ നമ്മൾ നിരന്തരം ഇന്നലകളിൽ കേൾക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ആ പരീക്ഷണം കേൾവിയല്ല, ഒരു യാഥാർത്ഥ്യമായി, ഒരു അനുഭവമായി ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. പരീക്ഷണങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പം വഴിമാറി നടക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷയ്ക്ക് ജയിച്ച് ഡോക്ടറാകാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വിദ്യാർത്ഥിയാ. അവൻ പരീക്ഷയുടെ സമയമാകുമ്പോൾ പരീക്ഷ പേടികൊണ്ട് എക്സാമിൽ പങ്കെടുക്കാതെ മാറി നിൽക്കും. അവൻ ഡോക്ടർ ആവുമല്ലോ, അല്ലേ? അവൻ എഞ്ചിനീയർ ആവുമല്ലോ, അല്ലേ? മുസ്ലിം സമുദായത്തെ അള്ളാഹു താല പരീക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയോ? മുസ്ലിമിന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ്, ഈ ലോകമല്ല. ഈ ലോകം അള്ളാഹുടെ മുമ്പിൽ വലിയ വിലയുള്ളൊന്നുള്ള ലോകമൊന്നുമല്ല, അത്ര വലിയ സംഭവമൊന്നുമല്ല. ഈ ലോകമല്ല ലോകം. ഇതിനപ്പുറത്ത് ഈ പ്രപഞ്ചത്തിൽ എത്ര വിസ്തൃതമായ ലോകങ്ങൾ പരന്നു കിടക്കുന്നു. എത്രയോ വിശാലമാണ് ഈ പ്രപഞ്ചത്തിന്റെ തിരുമുറ്റം. ആ ലോകത്ത് ഈ ഭൂമിയുടെ വില എന്ന് പറയുന്നത് ഈ മഹാപ്രപഞ്ചത്തിൽ ഈ ഭൂമിക്ക് ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കമുണ്ടായിരുന്നെങ്കിൽ, ഈ മഹാപ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ വിശാലമായ ലോകത്ത് ഈ ഭൂമി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിക്കുന്ന ഈ ഭൂമിക്ക് ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയുണ്ടായിരുന്നുവെങ്കിൽ അള്ളയെ നിഷേധിക്കുന്ന ഒരു കാഫിറിന്, ഒരു സത്യനിഷേധിയെ അള്ളാഹു ഒരിറക്ക് വെള്ളം കുടിപ്പിക്കുമായിരുന്നില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹ്ക്ക് അതറിയാമായിരുന്നു. ഓരോറക്ക് വെള്ളം കുടിക്കാൻ അനുവദിക്കല ഈ ഭൂമിയിൽ. ഇതിനൊരു വില ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹ്ക്ക്. പക്ഷെ ആകെ അനന്ത വിസ്തൃതമായി ഈ പ്രപഞ്ചമുറ്റത്ത് അറിയുമോ ഈ ഭൂമി എത്ര ചെറുതാണെന്ന്? ഈ ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ളതാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രബിന്ദുവായ സൂര്യൻ, അല്ലേ? ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട്. അതുപോലത്തെ വേറെയും 10 ഗോളങ്ങൾ കൂടുമ്പോഴേ ഒരു സൗരയൂഥം രൂപപ്പെടുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു സൗരയൂഥം തന്നെ ഭൂമിയേക്കാൾ എത്രയോ 10,000-കണക്കിനല്ല, ദശലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് ഇരട്ടി വലിപ്പമുള്ളതാണ്. ഒരു സൗരയൂഥത്തിന് ഈ ഭൂമിയേക്കാൾ കോടിക്കണക്കിന് ഇരട്ടി വലിപ്പമുണ്ട്. ഈ ഭൂമിയേക്കാൾ. അതാ റസൂലുള്ളാഹി പറഞ്ഞ അന്ന് 6-ാം നൂറ്റാണ്ടിൽ പറയാ, ഈ ഭൂമിക്ക് ഈ ഭൂമിയുടെ തൂക്കം, ഈ ഭൂമിക്കുള്ള തൂക്കം അള്ളാഹുവിന്റെ ലോക ആ സാമ്രാജ്യത്തിൽ ഈ ഭൂമിയുടെ തൂക്കം ഒരു കൊതുകിന്റെ ചിറകിന്റെതെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത്ര ചെറുതാ. ഒരു നിഷേധിയെ ഈ ഭൂമിയിൽ വെള്ളം കുടിപ്പിക്കാല.
അത്ര പോലും പ്രാധാന്യം ഈ ഭൂമിക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. ഇത് പരീക്ഷാ ഹാള് മാത്ര. ഇതൊരു പരീക്ഷാ ഹാളാ. അള്ളാഹുവിന്റെ വിശാലമായ ഈ സാമ്രാജ്യത്വത്തിലെ ഒരു പരീക്ഷാ ഹാൾ മാത്രമാണ്. ഈ പരീക്ഷാ ഹാളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അവിടെ പരീക്ഷാ ഹാളിൽ ഇരുന്നുകൊണ്ടൊരു വിദ്യാർത്ഥി പറയാ ആകെ പരീക്ഷയാണ്. എന്താ പറയാ? ബെല്ലടിച്ച് പരീക്ഷ ഹാളിൽ പരീക്ഷ എഴുതാൻ വേണ്ടി കയറിയിരുന്ന വിദ്യാർത്ഥി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്തോരം നേരമായി പരീക്ഷ തന്നെ പരീക്ഷ എന്ന് പറയുന്നത് പോലെയാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തന്റെ ജീവിതം പരീക്ഷ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്കല്ലെങ്കിൽ ഈ പരീക്ഷ ഹാളേ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി സൗരയൂഥത്തിൽ കോടിക്കണക്കിന് മടങ്ങ് ചെറുതാ. അങ്ങനത്തെ സൗരയൂഥം ഒന്നല്ല, 10,000 കോടി സൗരയൂഥമുണ്ട് അത്രേ ഒരു ഗാലക്സിയിൽ. 10,000 കോടി സൗരയൂഥം. നിങ്ങൾക്കറിയോ 10,000 കോടി സൗരയൂഥം എന്ന് പറഞ്ഞാൽ എന്തോരം വരുമെന്ന്? 10,000 കോടി വരെ ഒന്ന് എണ്ണാൻ വേണ്ടി വരുന്ന സമയം എത്രയാണെന്നറിയോ? 2500 കൊല്ലം. 10,000 കോടി വരെ ഒന്ന് എണ്ണാൻ വേണ്ടി വരുന്ന സമയം എത്രയാ? 2500 കൊല്ലം വേണം. 1, 2, 3, 4 എന്ന് 10,000 കോടി എണ്ണണമെങ്കിൽ. ഞാനീ പറഞ്ഞ ഒരു സൗരയൂഥമല്ല, ഇതുപോലത്തെ ഒരു എണ്ണിത്തീരാൻ വേണ്ടി മാത്രം 2500 കൊല്ലം വേണ്ടി വരുന്ന അത്ര സൗരയൂഥമുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അപ്പൊ ഭൂമി എത്രയാ? ഭൂമി എവിടെ കിടക്കണു? ആ ഭൂമി കിടക്കണം. നാം എവിടെ കിടക്കുന്നു എന്നുള്ള ചോദ്യം പിന്നെയാ. ആ ഭൂമിയിലെ നാം പിന്നെ എന്തോരുണ്ടെന്നുള്ളത് വേറൊരു ചോദ്യം. അപ്പൊ ഈ 10,000 കോടി സൗരയൂഥങ്ങൾ കൊണ്ട് പ്രപഞ്ചം തീരുന്നോ? അതുമില്ല. 10,000 കോടി സൗരയൂഥം കൂടിയാൽ ഈ ലോകത്തൊരു ഗാലക്സി മാത്രമേ ആവുകയുള്ളൂ. ആ ഗാലക്സി അത്തരത്തിലുള്ള ഗാലക്സികൾ ലോകത്ത് എത്രയാ? 20,000 കോടി ഗാലക്സിയാ കണ്ടുപിടിക്കപ്പെട്ട ലോകത്ത്. അല്ലാഹു അക്ബർ. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ വിശാലത? ആ പ്രപഞ്ച വിശാലതകളിൽ ഈ ലോകത്ത് ജനിക്കാനും ജീവിക്കാനും വിധിക്കപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ഈ കീടമാകുന്ന മനുഷ്യനെ അള്ളാഹു താല ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ അവന്റെ ജീവിതം ഒതുങ്ങാനല്ല. ഈ ലോകത്തിൽ ഒതുങ്ങേണ്ട ഒരു ജീവിതം അല്ലിത്. ഈ ലോകത്തിൽ ഒതുങ്ങേണ്ട ജീവിതത്തിന് ഇത്രയും വലിയ ആസൂത്രണമൊന്നും വേണ്ട. വെറും പാറ്റകൾ, കീടങ്ങൾ, ജന്തുക്കളൊക്കെ പോലെ ആയാൽ മതി. ഇത്രയും വലിയ ബുദ്ധിശക്തിയുടെ ആവശ്യം വേണ്ട. ചന്ദ്രനിൽ കാലുകുത്താൻ മാത്രം ബുദ്ധിപരമായ വികാസം നേടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എവറസ്റ്റ് താണ്ടാൻ പറ്റുന്ന വിധത്തിൽ, ആകാശത്തിൽ പക്ഷികളെ പോലെ ഊളിയിട്ട് പറക്കാൻ പറ്റുന്ന വിധത്തിൽ, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ മത്സ്യങ്ങളെ പോലെ ഊളിയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരാനും വികസിക്കാനും കഴിയുന്ന ഒരു ബുദ്ധി ഈ ഭൂമിയിൽ ജീവിച്ച് ചത്തുപോകാൻ വേണ്ടിയുള്ള ഒരു മനുഷ്യന് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ മനുഷ്യന്റെ ഭാവനകൾ അതിരുകളില്ലാത്ത ഭാവനകളാണ്. ഇത്രയും വലിയ ഭാവന ഈ പ്രപഞ്ചത്തിലുള്ള വേറൊരു ജീവിയും ഇല്ല. ആ ഭാവനകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയുടെ അതിരുകളിൽ ഒതുങ്ങുന്നവനല്ല താനെന്ന് അവനോട് എത്രയോ വട്ടം വിളിച്ചു പറയുന്നുണ്ട്. ഈ ഭൂമി നിനക്ക് ഉള്ളതല്ല, നീ ഈ ഭൂമിയിൽ ഒതുങ്ങുന്നവനല്ല നീ എന്ന് എന്റെ എന്റെ ബുദ്ധിയും എന്റെ ഭാവനയും എന്നെ ഓരോ ദിവസവും വിളിച്ചു പറയുന്നില്ലേ? ഇല്ലേ? ഇവിടുന്ന് മൈനാഗപ്പള്ളി വരെ പോകണമെങ്കിൽ എത്ര സമയം വേണം? 1.5 മണിക്കൂർ വേണ്ടി വരും നടന്നു പോകാൻ, എന്റെ ബോഡിക്ക്, എന്റെ ശരീരത്തിന്, അല്ലേ? പക്ഷെ എന്റെ ഭാവനയ്ക്കോ എന്റെ മനസ്സിന് മൈനാഗപ്പള്ളി പോകാനോ തിരുവനന്തപുരം പോകാനോ നിമിഷം വേണ്ട. വാഷിംഗ്ടണിൽ പോകാൻ സമയം വേണ്ട. ഷാർജയിൽ പോകാൻ സമയം വേണ്ട. ലോകത്തിന്റെ ഒരു കോണിലും പറന്നു ചെല്ലാൻ എന്റെ മനസ്സിന് സമയം വേണ്ട. സൗരയൂഥത്തിൽ കടന്നു പോകാൻ സമയം വേണ്ട. ഗാലക്സികൾ താണ്ടാൻ സമയം വേണ്ടാത്ത, ആർക്കും പിടിയിൽ ഒതുക്കാൻ കഴിയാത്ത അനന്തമായ ഭാവനകളെ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഈ വിശ്വമഹാപ്രപഞ്ചത്തിലെ അത്ഭുതമാണ് മനുഷ്യൻ. ഇതൊരു വല്ലാത്ത സാധന. ഈ മനുഷ്യനെ ഇത്രയും ഭാവന നൽകി, ഇത്രയും മേധാശക്തി നൽകി, ഇത്രയും ബുദ്ധി നൽകി, ഇത്രയും ചിന്ത നൽകി, ഇത്രയും വാക്ക് വൈഭവം നൽകി. നമ്മൾ ആരാണ് യഥാർത്ഥത്തിൽ? ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ ഇതിലൊരു എക്സാമിനേഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ ഇതിനൊക്കെ ഒരു അർത്ഥമുള്ളത്? ഇതിനൊക്കെ ഒരു എക്സാമിനേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ അർത്ഥമുള്ള? കന്നാലി നമ്മൾ തുല്യ എന്ന് പറഞ്ഞാല് എന്താണ് വജസ്സുകൾ? നമ്മുടെ വാക്കുകളോ മനസ്സിലൊരു ആശയം നിരൂപിച്ചാൽ മാത്രം മതി. ഒന്നാലോചിക്കാൻ പോലും നേരമില്ലാതെ നമ്മുടെ വാക്കുകളിലൂടെ അനർഘമായ വാക്പ്രവാഹമായി അത് ഒലിച്ചിറങ്ങുകയാണ്. ഇത്തരത്തിൽ ലോകത്തൊരു ജീവിയും വേറെ ഇല്ല. അങ്ങനെ അത്ഭുതകരമായ വാക്കുശേഷി കൊണ്ട് അനുഗ്രഹീതനായവൻ, അത്ഭുതകരമായ ചിന്താശേഷി കൊണ്ട് അനുഗ്രഹീതനായവൻ,
അനുഗ്രഹീതമായ ബുദ്ധിശക്തി കൊണ്ട് അനുഗ്രഹീതനായ ഈ മനുഷ്യനെ അല്ലാഹു തആല പടച്ചത് തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പടയ്ക്കുമായിരുന്നില്ല. വല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ഖുർആനിൽ അല്ലാഹ് എത്ര വട്ടാ പറഞ്ഞ മനുഷ്യ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, നിന്റെ ജീവിതവും മരണവും ഞാൻ പടച്ചത് ലിയബ്ലുവകും, നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് പരീക്ഷിക്കാനാ? അയ്യുക്കും അഹ്സനു അമലാ, ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം ഈ ഭൂമുഖത്ത് കാഴ്ചവെക്കുന്നതെന്ന് കാണാനാണ്. ഈ ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തി ഏറ്റവും നന്നാക്കിയതാരാ? നല്ല മികച്ച പെർഫോമൻസ് ആരാണ്? നല്ല പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണോ മോഡിയാണോ? ആരാണ് നല്ല ആഭ്യന്തരമന്ത്രി? ചിദംബരം ആണോ അമിത്ഷയാണോ? ആരാണ് നല്ല മുഖ്യമന്ത്രി? ഇങ്ങനെ നല്ലതാകാനും ചീത്തയാകാനുമുള്ള എല്ലാ കഴിവുകളും നൽകിയിട്ട് നല്ലത് ചെയ്യുന്നത് ആരാണ്, ചീത്ത ചെയ്യുന്നത് ആരാണെന്ന് നോക്കാനാണ് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ അമലുകളിലെ പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നിങ്ങളെ ഈ മാതിരി ജീവിതം തന്ന് ഈ ലോകത്തേക്ക് വിട്ടത്. സൂക്ഷിച്ച് നമ്മൾ ജീവിച്ചോണം. അള്ളാഹുടെ CCTVക്ക് കീഴില, പടച്ചവന്റെ CCTVക്ക് കീഴില നമ്മുടെ ഓരോ അക്ഷരവും. ഇപ്പൊ ഈ ക്യാമറ ഒരു TV എന്നെ പകർത്തി എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കേൾക്കാം മറ്റുള്ള ലോകക്കാർക്ക്, നാളെ കേൾക്കാം, വീണ്ടും വേണമെങ്കിൽ കേൾക്കാം, അല്ലേ? ഈ CCTV ഒക്കെ വരുന്നതിന് മുമ്പേ അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, CCTVയുടെ കീഴിലാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യ, നീ ഉരിയാടുന്ന ഓരോ വാക്കും പിടിച്ചെടുക്കാൻ എന്റെ ആകാശ സംവിധാനങ്ങൾ കാത്തുനിൽപ്പുണ്ട്. റഖീബ്, നിരീക്ഷണ സംവിധാനമുണ്ട്. അതീദ് അറിയോ? അപ്പൊ പറഞ്ഞു, ചുമ്മാ വെറുതെ പറയാ, അങ്ങനെയൊന്നും ഒരു സംവിധാനം ഇവിടെ ഇല്ലാന്ന്. പക്ഷെ ഇപ്പൊ നമ്മൾ തന്നെ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് നമുക്ക് തഖ്വ വന്നത്. CCTVയുടെ കീഴിൽ വന്നു കഴിയുമ്പോൾ ആളുകളെല്ലാം മുത്തഖീങ്ങളാകും, അല്ലേ? CCTV ഉണ്ടെന്ന് പറയുമ്പോ എല്ലാവർക്കും തഖ്വയായില്ലേ? നമുക്ക് ഈ തഖ്വ നിരീക്ഷിക്കാൻ വേണ്ടി ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി കാഴ്ചവെച്ചതെന്ന് കാണാനാണ്. ആരാണ് ഏറ്റവും നല്ല പിതാവെന്നറിയാൻ, ആരാണ് ഏറ്റവും നല്ല ഭർത്താവെന്നറിയാൻ, ആരാണ് ഏറ്റവും നല്ല പുത്രനെന്നറിയാൻ, ആരാണ് ഏറ്റവും നല്ല സഹോദരനെന്നറിയാൻ, ആരാണ് ഏറ്റവും നല്ല അയൽക്കാരനെന്നറിയാൻ, ആരാണ് ഏറ്റവും നല്ല കച്ചവടക്കാരനെന്നറിയാൻ, ആരാണ് ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനെന്നറിയാൻ, ആരാണ് ഈ ലോകത്തെ ഏറ്റവും മികച്ച സാമൂഹിക പ്രവർത്തകനെന്നറിയാൻ അല്ലാഹു തആല കാത്തിരിക്കുകയാണ് നമ്മുടെ ഓരോ നിമിഷവും നിരീക്ഷിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്ത് പരീക്ഷണമില്ലാതെ വരുമോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മളെ പരീക്ഷിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെ പടയ്ക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു തആല ഇബ്ലീസിനെ പടയ്ക്കുമായിരുന്നു. ഇബ്ലീസിനെ പടച്ചത് അള്ളാഹ് അല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷണത്തെ ചോദ്യം ചെയ്യാം. ഇബ്ലീസിനെ പടച്ചിട്ടുള്ളത് അള്ളാഹ് ആണ് എന്ന് വിശ്വസിക്കാത്ത ആരെങ്കിലും മുസ്ലിം ഉണ്ടോ? ആദം നബിയെ, നമ്മുടെ പിതാവിനെ സ്വർഗത്തിൽ പടച്ചപ്പോൾ തന്നെ ആദം നബിയെ പിഴപ്പിക്കാൻ ഇബ്ലീസിനെ പടച്ചവൻ അള്ളയാണ്. അതുകൊണ്ട് നമ്മളെ വഴിതെറ്റിക്കാനും നമ്മളെ നശിപ്പിക്കാനും നമ്മളെ തകർക്കാനും ലോകത്തിന്റെ ശക്തികളും ശ്രമിക്കുമ്പോൾ അതൊന്നും അള്ളാഹ് കാണാതെയാണ്, ഇതൊന്നും ചെറുക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തതാണ് എന്ന് ആരെങ്കിലും മുസ്ലിം വിചാരിച്ചാൽ അവനെങ്ങനെ വിചാരിക്കാം, എന്നിട്ട് അവന്റെ പാട്ടിന് പോകാം. അത്രേ ഉള്ളൂ. നമ്മളെ പിഴപ്പിക്കാനും നമ്മളെ തകർക്കാനും ലോകം ശ്രമിക്കും. തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അധികാരവും കൊടുത്തിട്ട് അല്ലാഹു തആല ഇബ്ലീസിനെ പടച്ച. അള്ളാഹുവിന്റെ മുമ്പിൽ ഇബ്ലീസ് വന്ന് വിളിച്ചു പറഞ്ഞില്ലേ, അള്ളാഹുവേ, നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും അപ്പോഴും അള്ളാഹ് പറഞ്ഞു, പിഴപ്പിച്ചോ ഇബ്ലീസെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ പറഞ്ഞു, അള്ളാഹ് അവരുടെ മുമ്പിൽ കൂടെ ഞാൻ ചെല്ലും, അവരുടെ പുറകിൽ കൂടെ ചെല്ലും, വലത്തോടെ ചെല്ലും, ഇടത്തോടെ ചെല്ലും, അവരിൽ അധിക പേരത്തെയും നിനക്ക് നന്ദി ചെയ്യുന്നവരായി കാണാൻ ഞാൻ അനുവദിക്കുകയില്ല പടച്ചവനെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അതും സമ്മതിച്ചു.
അതും സമ്മതിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്ലീസിനെ പടച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് പരീക്ഷണം വെച്ച അല്ലാഹ്, ആ ഇബ്ലീസിന്റെ ശക്തികൾ ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മെ തകർക്കാൻ, നമ്മെ പിഴപ്പിക്കാൻ, നമ്മെ ശശിപ്പിക്കാൻ ഇബ്ലീസിയൻ ശക്തികൾ ശ്രമിക്കും. ലോകത്ത് ഇസ്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇബ്ലീസിയൻ ശക്തികളുടേതാണ്, അല്ലാതെ വേറെ ആരുടെ അല്ല. നമ്മളതിന് പറയുന്ന പേര് വേറെ ചിലത് പേരാണ്. ട്രംപ് എന്നാ ചിലപ്പോൾ നമ്മൾ പറയാം, ചിലപ്പോൾ നെതന്യാഹു എന്ന് പറയും, ചിലപ്പോൾ മോഡി എന്ന് പറയും, ചിലപ്പോൾ എന്ന് പറയും അമിത്ഷാ എന്ന് പറയും, അങ്ങനെ ചില പേരുകൾ പറയും. ആരാണിതൊക്കെ? ഇബ്ലീസിയൻ ശക്തികളാണ്. ഇസ്ലാമിന്റെ എതിർദിശയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ശക്തികൾ ആദമിന്റെ എതിർദിശയിൽ നിലയുറപ്പിച്ച അതേ ശക്തി തന്നെയാണ്. ആ ശക്തിയുടെ പേരാണ് ഇബ്ലീസ്. ഇബ്ലീസിന്റെ പ്രവർത്തനം സ്വർഗത്തിൽ ആരംഭിച്ചെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ വന്നിറങ്ങിയ അന്നു മുതൽ ഇബ്ലീസും അവന്റെ അനുയായികളും ഈ മനുഷ്യരാശിയെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് പണി നിർത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഇബ്ലീസ് പണി നിർത്തുമെന്ന് ഹദീസ് പഠിപ്പിച്ചിട്ടില്ല, പുണ്യ റസൂൽ നമ്മോട് പറഞ്ഞിട്ടില്ല. എക്കാലത്തും ഇബ്ലീസ് ആക്റ്റീവാണ്. പലരും ഇബ്ലീസ് ആക്റ്റീവാണ്. ആ ആക്റ്റീവായ ഇബ്ലീസിനെ നേരിട്ട് കൊണ്ടല്ലാതെ ഈ ലോകത്ത് രക്ഷപ്പെട്ട, വിജയിച്ച, അള്ളാഹുവിന്റെ പ്രീതി നേടിയ ഒരൊറ്റ വ്യക്തിയും കടന്നു പോയിട്ടില്ല. ഒരൊറ്റയാള് പോലും. ശക്തമായ പോരാട്ടം. അക്കാര്യത്തിൽ ഏറ്റവും മികച്ച മാതൃക പ്രവാചകന്മാരാണ്, നബിമാരാ. നബിമാരുടെ ചരിത്രം അല്ലാഹു തആല പറഞ്ഞു തരുന്നത് പരീക്ഷണത്തിൽ മുസൽമാൻ പതറുണ്ടായെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയെ അഭിസംബോധന ചെയ്യുന്നത് മുഴുവൻ നബിമാരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നബിമാരെ പറയാതെ ഖുർആൻ ഒന്നും പറയണില്ല. എന്തിനാ ഈ നബിമാരെ പറയണേ? നബിമാരുടെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ അവർ ഇങ്ങനെ സുഖകരമായി അവരുടെ ജീവിതം ആരംഭിച്ചു, വളരെ സന്തോഷകരമായി സുഭിക്ഷമായ ഒരു ജീവിതത്തിലൂടെ അവരിങ്ങനെ കടന്നുപോയി. അവസാനം അവര് വളരെ രാജകീയമായ നിലയിൽ അവർ മരിച്ചുപോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നോവൽ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കാര്യത്തിൽ എടുക്കാനുണ്ടോ? ഏത് നബിയുടെ കഥ പറയുന്നത് എന്തിനാ? ഏത് നബിയുടെ കഥ പറയുന്നതും എന്തിനാണ്? ഇബ്ലീസിന്റെ ശക്തികളാ നബിക്കെതിരിൽ പ്രവർത്തിച്ചു. ചെറിയ ശ്രമമല്ല, തകർക്കാൻ ശ്രമിച്ചു, വകവരുത്താൻ ശ്രമിച്ചു, മുച്ചൂടും നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇബ്ലീസിന്റെ ശക്തികളെ തോൽപ്പിച്ചുകൊണ്ട് എന്റെ പിന്നിൽ, എന്റെ കൽപ്പനകളിൽ ഉറച്ചു നിന്ന പ്രവാചകന്മാർ വിജയിച്ചു എന്ന് പറയാനാണ്. പരീക്ഷണങ്ങളിലൂടെ എന്റെ നബിമാർ കടന്നുപോയി. പരീക്ഷണങ്ങൾ അവർ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ അല്ലാഹ് പറയുന്നില്ലേ? മൂസ നബിയുടെ കഥ അല്ലാഹു തആല 130 പ്രാവശ്യം ഖുർആനിൽ പറയുന്നുണ്ട്. മൂസ നബിയുടെ കഥ പറയുന്നിടത്താണ് നമുക്ക് സുപരിചിതനായ ഒരു സുഹൃത്തിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. അതാരാണ്? ഫിർഔൻ. അല്ലേ? ഫിർഔൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ ഈസാ നബി അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രതിയോഗി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തിനാ അത് പറയുന്നതെന്നറിയാവോ? ഇന്ന് ഇസ്ലാമിൽ അന്ന് മൂസ നബിക്ക് ഫിർഔൻ ഉണ്ട്, അതിനു മുമ്പ് നൂഹ് നബിക്ക് നമ്രൂദ് ഉണ്ട്, അതിന് ഇബ്രാഹിം നബിക്ക് എതിരിൽ നമ്രൂദ് ഉണ്ട്, അതിനു മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എതിരിൽ പ്രമാണിമാരുണ്ട്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ ഇബ്ലീസിന്റെ പിണിയാളുകളുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹിക്കെതിരിലും എതിരാളിയുണ്ട് എന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ്. ഇന്ത്യയിലെന്നല്ല, ലോകത്തെന്നല്ല, ഏറ്റവും വലിയ അധികാരത്തിന്റെ തലക്കനവും കാണിച്ച് ലോക പോലീസായി ചമഞ്ഞു നിൽക്കുന്നവന്റെ പേരെന്തുവായിക്കൊള്ളട്ടെ, അവൻ ഈ ലോകത്ത് ഇല്ല എങ്കിൽ മുസൽമാന്റെ പരീക്ഷണം നടക്കില്ല. മുസൽമാന്റെ ഈമാന്റെ പരീക്ഷണം നടക്കണം ഇവിടെ. ഈ ലോകത്ത് ജീവിക്കുന്ന മുസൽമാൻ ആത്മാർത്ഥമായി അള്ളാഹുവിനെ അംഗീകരിച്ചാണോ അവന്റെ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് അള്ളാഹ്ക്ക് അറിയണം. അനുഗ്രഹം അല്ലാഹു തആല കൊടുക്കും. അനുഗ്രഹം കൊടുത്തിട്ട് നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് അല്ലാഹു തആല പരീക്ഷിക്കും. ആ അനുഗ്രഹത്തോട് നന്ദിയോടെ പ്രതികരിച്ചാൽ അല്ലാഹു അനുഗ്രഹത്തെ പെരുപ്പിച്ചു കൊടുക്കും. പരിശുദ്ധ ഖുർആൻ, ലഇൻ ശകറതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അനുഗ്രഹം കൊടുത്താൽ നിങ്ങൾ അതിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്താൽ എന്ത് ചെയ്യും? അല്ലാഹു അനുഗ്രഹം കൂട്ടിത്തരും. പക്ഷെ അനുഗ്രഹത്തെ നന്ദി ചെയ്തില്ലെങ്കിലോ
ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കടുത്തതാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മൾക്ക് ശിക്ഷ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് ഇപ്പൊ മനസ്സിലായോ? നമുക്ക് അല്ലാഹു തആല ആവോളം അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ട് ഒരു പരീക്ഷണം നടത്തും. ആ പരീക്ഷണത്തിൽ, ആ അനുഗ്രഹം തന്നുള്ള പരീക്ഷണത്തിൽ അള്ളാഹുവിനോട് നമ്മൾ നന്ദി ചെയ്താൽ എന്തിനെന്നറിയാതെ ആ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. പക്ഷെ ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്തില്ലെങ്കിലോ നമ്മളെ അല്ലാഹു തആല ശിക്ഷിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മളെ സ്വർഗത്തിന് പാകപ്പെടുത്തുമെന്നുള്ളത് പടച്ചതമ്പുരാന്റെ പരിപാടിയാണ്. പടച്ചതമ്പുരാൻ നാം അവരെ നന്മ കൊടുത്തൊന്ന് പരീക്ഷിച്ചു നോക്കും, പിന്നീടോ തിന്മ കൊടുത്തായിരിക്കും പരീക്ഷിക്കുക. എന്തിനാ? നന്മ ആവോളം തന്നു. നോക്ക്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങൾക്ക് വല്ല കണക്കുണ്ടോ? നന്മ തന്നു നമ്മളെ അല്ലാഹ് പരീക്ഷിച്ചതിന് ഇന്നലകളിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങളല്ലേ നമുക്ക് അല്ലാഹു തആല തന്നത്. ഇപ്പൊ പ്രളയം വന്നു, അതുപോലെ പല പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. വാസ്തവത്തിൽ ഇപ്പൊ NRC ആണ് നമ്മളെ എല്ലാരെയും പിടിച്ചു ഞെരുക്കുന്ന സംഗതിയെങ്കിലും NRCയെക്കാളും വലിയൊരു സംഭവം അതിനു മുമ്പും വന്നായിരുന്നു. അത് നമ്മൾ മറന്നുപോയതാ. അത് പ്രളയമാ. ഇപ്പോ ഈ പ്രളയ ജലം കേരളത്തെ മുക്കിക്കൊല്ലും എന്ന വിധത്തിൽ പ്രളയം കയറി വന്നു. അല്ലാഹു തആല നമ്മുടെ ഈ സുഭിക്ഷത നിറഞ്ഞ ഒരു നാടിനെ അല്ലാഹു തആല അനുഗ്രഹം കൊണ്ട് പരീക്ഷിച്ചപ്പോൾ ആ അനുഗ്രഹത്തോട് നന്ദി ചെയ്യുന്നുണ്ടോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നമ്മുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്നറിയാൻ ആഗ്രഹിച്ച അല്ലാഹ് ആ പെർഫോമൻസ് മികച്ചതാക്കി കാട്ടിക്കൊടുക്കാൻ കഴിയാതെ പോയത് നമ്മുടെ നാടിന്റെ, നമ്മുടെ കേരളത്തിന്റെ ശാപമല്ലേ? നല്ല നില കാണിച്ചു കൊടുക്കാൻ പറ്റിയോ? പരീക്ഷണത്തെ കുറിച്ച് അല്ലാഹ് പറയുന്നത് എന്താ? മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ എങ്ങനെ? അവൻ അനുഗ്രഹങ്ങൾ വാരിച്ചോരിച്ചൊടുത്തുകൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുമ്പോൾ എന്താ അനുഗ്രഹം പടച്ചോനെ? കോരിച്ചൊരിയുന്ന മഴയത്ത് വാർന്നൊലിക്കുന്ന വീടുകളിൽ ഇന്നലകളിൽ ഒരു 25 കൊല്ലം മുമ്പ് താമസിച്ച നമ്മളെല്ലാം കോൺക്രീറ്റ് സൗധങ്ങളിൽ അന്തിയുറങ്ങുന്നവരായി അല്ലേ? അനുഗ്രഹമല്ലായിരുന്നോ? കൊടുംചൂടത്ത് പിടിച്ചു നിൽക്കാനാവാതെ എരിപൊരി കൊണ്ടിരുന്ന നമ്മുടെ എല്ലാം വീടുകളിൽ നിന്നൊരു മുറിയെങ്കിലും ശീതീകരിക്കപ്പെട്ടതായി, AC വൽക്കരിക്കപ്പെട്ട വീടുകളായി നമ്മുടെ വീടുകൾ മാറി. പ്രിയപ്പെട്ടവരെ, കിലോമീറ്ററുകൾ നടന്ന് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന നമ്മൾ ഇന്ന് 10 ചുവട് വെക്കേണ്ട ആവശ്യമില്ലാത്ത വിധം വീടുകളിൽ നമ്മൾ 2 വീലറും 3 വീലറും 4 വീലറും ഉള്ളവരായി മാറി അല്ലേ? അനുഗ്രഹങ്ങൾ ആവോളം തന്ന അല്ലാഹു തആല നമ്മളെ പരീക്ഷിച്ചപ്പോൾ അവൻ പറഞ്ഞു, അല്ലാഹ് എന്നെ അംഗീകരിച്ചിരിക്കുക, ബഹുമാനിച്ചിരിക്കുക, ഇപ്പൊ വലിയ നിലയിലും വിലയിലുമാണ് ഞാൻ എന്ന് പറഞ്ഞവൻ ഇങ്ങനെ പൊങ്ങി നടന്നു. എന്നാൽ എന്നാൽ മനുഷ്യൻ അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങളൊന്ന് പിൻവലിച്ചു, ഒരു മാന്യം വരുത്തി, ഒരു പ്രയാസം വരുത്തി. അങ്ങനെ അല്ലാഹു തആല അവനെ പരീക്ഷിക്കുമ്പോഴോ അവന്റെ ഉപജീവനങ്ങൾക്ക് ഒരല്പം മുട്ടുവരുത്തി, മാന്ദ്യം വരുത്തി, ക്ഷാമം വരുത്തിയാൽ അപ്പൊ മനുഷ്യൻ പറയും, ഓ അല്ലാഹ് എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ടും എന്നെ അല്ലാഹ് ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ. പറയരുത് കൂട്ടരെ, പറയരുത്. അങ്ങനെ ഞാൻ നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ടും അല്ലാഹു തആല എനിക്ക് പ്രയാസം വരുത്തിയത് എന്താ? ചോദിക്കരുത് നാം. കാരണം ഇത് രണ്ടും പരീക്ഷണമാണ്. അല്ലാഹ് പറയാ, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. അല്ല കേട്ടോ, അല്ല അല്ല. തന്നപ്പോ നിന്നെ ബഹുമാനിച്ചതോ എടുത്തപ്പോ നിന്നെ നിന്ദിച്ചതോ അല്ല. ബല്ലാ തുക്രിമൂനൽ യതീം. കയ്യിൽ കാശ് തന്നപ്പോൾ നീ യതീമിന്റെ കാര്യം പരിഗണിച്ചിരുന്നോടാ? കയ്യിൽ കാശ് തന്നപ്പോൾ നീ യതീമിന്റെ കാര്യം പരിഗണിച്ചിരുന്നോ? വല്ലാ തുക്രിമൂനൽ യതീമ വലാ തഹാബ്ബൂന അലാ തആമിൽ മിസ്കീൻ. നീ സുഭിക്ഷതയിലേക്ക്, നിറവിലേക്ക് ഉയർന്നപ്പോൾ, നീ സമ്പന്നതയുടെ മേൽപ്പെട്ടിലേക്ക് നീ ഉയർന്നപ്പോൾ, അഗതികൾ അന്നം കഴിക്കാതെ നിന്റെ പരിസരത്ത് അന്തി ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിനക്ക് നേരം കിട്ടിയോ?
അവന്റെ പ്രശ്നം പരിഗണിച്ചോ? പാവപ്പെട്ട നിന്റെ അയൽപക്കത്തെ പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പണ്ടമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ നിന്റെ ഒരേ ഒരു മകളെ നീ കോടിക്കണക്കിന് രൂപയുടെ പന്തലൊരുക്കിക്കൊണ്ടും ഭക്ഷണം വിളമ്പിക്കൊണ്ടും നീ കോടിക്കണക്കിന് രൂപയുടെ മാമാങ്കം നടത്തി കല്യാണം നടത്തിയവനല്ലേടാ. അനുഗ്രഹങ്ങൾ തന്നപ്പോൾ നന്ദി ചെയ്തോ? ഇത് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാ മനുഷ്യൻ പടച്ചവനെ പടച്ചത്. മനുഷ്യനെ പടച്ചതിനാ അനുഗ്രഹങ്ങളോട് നന്ദി ചെയ്യുമെന്നറിയാൻ വേണ്ടിട്ടാ. സഹോദരന്മാരെ, ഈ പരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും പറ്റില്ല. അള്ളാഹു പറയുകയാണ്, അള്ളാഹു താല ഒരു നഗരവാസികളെ, ഒരു ഗ്രാമവാസികളെ നിങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞു തരികയാണ്. കാനത്ത് ഖറിയത്തൻ ആമിന, അവർ നിർഭയരായി ജീവിച്ച ഒരു ഗ്രാമമായിരുന്നു. ഒന്നിനെയും പേടിക്കണ്ട. ഒരുപക്ഷെ എനിക്ക് തോന്നാറുണ്ട് ഈ ആയത്തോതുമ്പോൾ കേരളത്തെ കുറിച്ച് പറയാന്ന്. കാരണം എന്താ? ഫലസ്തീനിൽ പ്രശ്നം വന്നപ്പോ നമ്മൾ പറഞ്ഞു അത് അവിടത്തെ എന്തോ കുഴപ്പമാ. അഫ്ഗാനിൽ പ്രശ്നം വന്നപ്പോ പറഞ്ഞു അത് അവരുടെ എന്തോ കുഴപ്പമാ, നമുക്കൊന്നും പേടിക്കണ്ട. ഇറാഖിൽ പ്രശ്നം വന്നപ്പോ പറഞ്ഞു നമുക്ക് പേടിക്കണ്ട, കാനത്ത് ഖറിയത്തൻ ആമീന. ഉത്തർപ്രദേശിൽ പ്രശ്നം വന്നപ്പോ നമ്മൾ പറഞ്ഞു അത് അവിടത്തെ പ്രശ്നമാ, നമ്മളെ അത് ബാധിക്കില്ല. ബോംബെയിൽ കലാപം നടന്നപ്പോ നമ്മൾ പറഞ്ഞു അത് നമ്മളെ ബാധിക്കില്ല, നമുക്ക് പേടിക്കണ്ട. കാനത്ത് ഖറിയത്തൻ ആമീന, ഒട്ടും പേടിക്കാതെ ജീവിച്ച ഒരു നാടായിരുന്നു അത്. അല്ല പറയാൻ ഒന്നും പേടിക്കണ്ട, നിർഭയമായി ജീവിച്ചു. മുത്തുമഇന്നതൻ, സ്വസ്ഥമായി ശാന്തമായി അന്തി ഉറങ്ങിയ ഒരു നാടാണ്. അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു തആല വാരിക്കോരി കൊടുത്തു. എന്നിട്ടോ അവർക്ക് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉപഭോഗ വസ്തുക്കൾ കിട്ടിക്കൊണ്ടിരുന്നു, ശമ്പളം വന്നുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ എല്ലാം കിട്ടിക്കൊണ്ടിരുന്നു. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും നല്ല വസ്തുക്കൾ എല്ലാ ഭാഗത്തു നിന്നും മിൻകുല്ലി മക്കാനിൻ, എല്ലാ രാജ്യത്തിൽ നിന്നും വന്നുകൊണ്ടിരുന്നു. ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു, ജർമ്മനിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു, അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ നാടുകളിൽ നിന്നും അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവരിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്നു. അവർ പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോട് നന്ദിയോടെ പ്രതികരിച്ചില്ല. നന്ദിയോടെ കാണിച്ച എന്താ ചെയ്തേ? കിട്ടിയത് മുഴുവൻ ദൂർത്തടിച്ചു. രണ്ട് മക്കളും മാതാപിതാക്കളും 1000 സ്ക്വയർ ഫീറ്റ് അധികപ്പറ്റാണ്. 3000-ഓ 5000-ഓ സ്ക്വയർ ഫീറ്റ് ഇല്ലാത്ത വീട് വെച്ചൂടാ. കഫറത്ത് ബിഅൻഉമില്ല, എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ഇങ്ങനെ വിഭവങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു, റിസ്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നു, അവർക്ക് പണം വന്നു ചേർന്നുകൊണ്ടിരുന്നു. ശാന്തമായി അന്തി ഉറങ്ങിയിരുന്ന നാടാണ്. കഫറത്ത് ബിഅൻഉമില്ല, അതെല്ലാം ഉപയോഗിച്ച് അവൻ എന്ത് ചെയ്തു? ദശലക്ഷങ്ങളുടെ കൊട്ടാരം കെട്ടി. ദശലക്ഷങ്ങളുടെ കൊട്ടാരം. ദശലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ അവൻ വാങ്ങി. ദശലക്ഷങ്ങൾ മുടക്കി അവൻ കല്യാണം നടത്തി. അപ്പോൾ അവൻ ഒട്ടും പരിഗണിച്ചില്ല തന്റെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളെ അവൻ ഒട്ടും പരിഗണിച്ചില്ല. അല്ലാഹു പറയാ, വളരെ ഒട്ടും പിന്തിയില്ല. പൊടുന്നനെ അവരെ അല്ലാഹു തആല പിടിച്ചിട്ട് ലിബാസൽ ജൂ, വിശപ്പിന്റെ ഉടുപ്പ് ഒരു ഉത്തരിയുടെ തലയുടെ മുകളിൽ കൂടെ അല്ലാഹു തആല ഇട്ടു. വിശപ്പിന്റെ വൽ ഖൗഫ്, പേടിയുടെയും ഉടുപ്പെടുത്ത് അവരുടെ തലമണ്ടയെ കൂടെ അല്ലാഹു തആല ഇട്ട് കൊടുത്തു. അല്ലാഹു തആല പറയാ, കണ്ടില്ലായിരുന്നു പ്രളയം വന്നപ്പോ എൻ്റെ പള്ളിയുടെ സ്കൂളുണ്ട്. ആ പള്ളി സ്കൂള് ഒരു പ്രളയ ക്യാമ്പായിരുന്നു. 500 പേർക്ക് ഭക്ഷണം ഒരുക്കി. നാട്ടിലെ ഒന്നാന്തരം മുതലാളിമാരാണ് വീടൊക്കെ പൂട്ടിയിട്ട് അഭയാർത്ഥി ക്യാമ്പിൽ വന്ന് താമസിക്കുന്നത്. പലരും വന്നു, ബന്ധുമിത്രാദികളുടെ വീട്ടിൽ വന്ന് താമസിച്ചു. അപ്പോൾ പോലും അവർ അപരനെ ആശ്രയിച്ചുകൊണ്ട് അന്നം കഴിക്കേണ്ട 2 നില 3 നില കൊട്ടാരമുള്ളവർ പ്രളയം അവരുടെ വീടിന്റെ മട്ടുപ്പാവിൽ വന്ന് മുട്ടിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, വീട്ടിലേക്ക് പ്രളയം കടന്നു വന്നപ്പോൾ ചെറുക്കാനാവാതെ വീട്ടിൽ നിന്നിറങ്ങി അഭയാർത്ഥി ക്യാമ്പിൽ അഭയം പ്രാപിച്ചവരെ വിശപ്പ് വേട്ടയാടി. അന്യന്റെ അപരന്റെ സഹായം ആവശ്യമായി അല്ലേ? അല്ലെങ്കിൽ ബന്ധുവിന്റെ വീട്ടിൽ പോയി അഭയം പ്രാപിച്ചു, ബന്ധുവിന്റെ ഔദാര്യം അവൻ ആവശ്യമായി വന്നു. കേരളത്തിൽ വന്നതല്ലേ? അല്ലാഹു തആല വിശപ്പിന്റെ ഉത്തരീയമെടുത്ത് ഒരു ഉടുപ്പ് പോലെ അവനെ ധരിപ്പിച്ചു. വൽ ഖൗഫി, പേടിയും വന്നു. പ്രളയകാലത്ത് നാം അത് കണ്ടതാണ്. ഇപ്പോഴത്തെ പേടിയേക്കാളും വലിയ പേടിയായിരുന്നു. കാരണം എന്താണെന്നറിയോ?
അന്നൊരു വെള്ളിയാഴ്ച തോരാ മഴ കേരളമാകെ പെയ്ത് തിമിർത്ത് പെയ്ത തോരാ മഴയിൽ പല ഭാഗത്തും മക്കളും മരുമക്കളും വേണ്ടപ്പെട്ടവരും പഠിക്കാൻ പോയ വിദ്യാർത്ഥികളായ മക്കളും ഒക്കെ കുടുങ്ങിക്കിടന്നപ്പോൾ അവരെ ഒന്ന് വീട്ടിൽ പോലും എത്തിക്കാൻ കഴിയാതെ പലരും പല വഴികളിൽ പ്രയാസപ്പെട്ടു അല്ലേ, പ്രയാസപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഭയന്നുപോയി. അന്നത്തെ ഒരു രാത്രിയിൽ മഴ തോരുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധമായ കഅബാലയത്തിലടക്കം ലോകത്തിന്റെ എല്ലാ കോണുകളിലും പള്ളികളിലും പാതിരാത്രി വീടുകളിലും അള്ളാഹുവിന്റെ നേരെ പ്രാർത്ഥനകളുടെ കരങ്ങൾ ഉയർന്നില്ലേ? പേടിച്ചില്ലേ? എന്താ പേടിച്ചേ? ഇപ്പൊ ഇതുകൊണ്ടിരിക്കുന്ന മഴ, ഓരോ പ്രാവശ്യം മഴ മുറുകുമ്പോഴും മനുഷ്യന്റെ മനസ്സിൽ പേടി മുറുകിക്കൊണ്ടിരുന്നു. ഇന്ന് നാം അത് മറന്നുപോയതാണ്. വല്ലാത്ത പേടിയായിരുന്നു അത്. അന്നത്തെ പാതിരാത്രിയിൽ അള്ളാഹു അവന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി അനുഗ്രഹത്തോടുകൂടി ആ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ അള്ളാഹു താല മഴയെ പിടിച്ചു കെട്ടിയില്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ ദുരന്തം അതിലൊടുങ്ങുമായിരുന്നോ? അള്ളാഹു അനുഗ്രഹങ്ങൾ ആവോളം വാരിച്ചോരി തെരിയുമ്പോൾ അതിനോട് അനുഗ്രഹത്തെ നന്ദിയോടുകൂടി പ്രതികരിക്കുന്നതിന് പകരം നന്ദികേട് കാണിക്കുന്ന ആളുകളെ ഒട്ടും താമസിയാതെ അള്ളാഹു താല അവരെ രുചിപ്പിച്ചത് ലിബാസൽ ജൂഇ വൽ ഖൗഫി, പേടിയുടെയും വിശപ്പിന്റെയും ഉടയാടയാണ് ധരിപ്പിച്ചത്. അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു തആല തന്നുകൊണ്ടൊരു പരീക്ഷണമുണ്ട്. ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണം. ഇനി അനുഗ്രഹത്തിന് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അല്ലാഹു തആല അനുഗ്രഹത്തെ തിരിച്ചെടുത്തുകൊണ്ട് ഒരു പരീക്ഷണമുണ്ട്. എന്തിനാ? നന്മ കൊടുത്ത് അല്ലാഹു ആദ്യം പരീക്ഷിക്കും. അതിൽ വിജയിക്കുന്നില്ലെന്ന് കണ്ടാൽ അല്ലാഹു തആല ദോഷം കൊടുത്ത് പരീക്ഷിക്കും രണ്ടാമത്. എന്തിനാത്? അല്ലാഹു ഉത്തരം പറയുന്നുണ്ട്. ലഅല്ലഹും യർജിഊൻ, അവരെന്നോട് അഹദ് ചെയ്തവരാണ്, അവരെന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, അവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് ഞാൻ ഓഫർ ചെയ്തതാണ്. പക്ഷെ സ്വർഗത്തിന്റെ പരീക്ഷണത്തിൽ അവർ തോറ്റുപോയതാണ്. അനുഗ്രഹത്തിന്റെ സമയത്ത് അനുഗ്രഹത്തോട് നന്ദി ചെയ്യാൻ കഴിയാഞ്ഞവരാണ്. നമസ്കാരത്തിൽ പോലും കൃത്യത പാലിക്കാത്തവരാണ്. റമദാനിലെ നോമ്പിനെ അവഗണിച്ചവരാണ്. സക്കാത്ത് കണക്ക് നോക്കാൻ അവർ ഒരിക്കൽ പോലും ശ്രമിക്കാതിരുന്നവരാണ്. പൈസ കയ്യിൽ ഉണ്ടായിട്ടും ഹജ്ജ് പോലും ചെയ്യാഞ്ഞവരാണ്. അനുഗ്രഹം കൊടുത്തപ്പോ ചെയ്യേണ്ട വിധത്തിൽ നന്ദി ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധൂർത്തടിക്കുന്നവൻ, അള്ള കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ ധൂർത്തടിക്കുന്നവൻ അവൻ ഇബ്ലീസിന്റെ പിശാചിന്റെ കൂട്ടാളിയാണ്. ആദമിന്റെ മക്കളല്ല അവൻ ഇബ്ലീസിന്റെ ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ധൂർത്തടിക്കരുതേ എന്ന് അള്ള പറഞ്ഞത് ഒട്ടും പരിഗണിക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ ധൂർത്തടിച്ചില്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാനൊക്കെ എറണാകുളത്താ ഉള്ളത്. ഏറ്റവും കൂടുതൽ നമ്മുടെ അവിടെ സിയാൽ 3 ലക്ഷം 5 ലക്ഷം ഒക്കെ വാടക കൊടുത്താൽ മാത്രം കിട്ടുന്ന കൺവെൻഷൻ സെന്ററുകൾ മാത്രം എടുത്ത് കല്യാണം നടത്തുന്ന 100 പേരെ പരിശോധിച്ചാൽ 95 മുസൽമാനാണ്. 95 മുസൽമാനാണ്. കാരണം മിക്കവാറും എറണാകുളത്തായതിന്റെ പേരിൽ സിയാലിലും അഡിലക്സിലും ഒക്കെ മിക്കവാറും ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ കല്യാണം നടത്താൻ പോകേണ്ടി വരാറുള്ള ആളാണ് ഞാൻ. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും കല്യാണം നടത്താണ്ട് ഗ്യാപ്പും കൊടുക്കാറില്ല മുസ്ലിം. ദശലക്ഷക്കണക്കിന് രൂപയുടെ ഹാളെടുത്ത് കല്യാണം നടത്തുക എന്ന ഭ്രാന്ത് ഹിന്ദു സഹോദരങ്ങൾക്ക് ഇത്രയും ഇല്ല, ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും ഇത്രയും ഇല്ല. ഈ ഭ്രാന്ത് പണം ധാരാളമായപ്പോൾ മുസൽമാന് വന്നുപോയ ഭ്രാന്തല്ലേ? ഈ ഭ്രാന്തിനെ അല്ലാഹു തആല അനുഗ്രഹം കൊടുത്ത് പരീക്ഷിച്ചപ്പോൾ മോശമായി പ്രതികരിച്ചു പോയവരെ സ്വർഗത്തിൽ എത്തിക്കാമെന്ന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഒരു ഓഫറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഓഫറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലേ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചവനല്ലേ? പക്ഷേ അനുഗ്രഹം കൊടുത്തൊരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൽ തോറ്റുപോയാൽ പിന്നെ പരീക്ഷിക്കുന്ന ദോഷം കൊടുത്തിട്ടാണ്. പിന്നെ പരീക്ഷിക്കുന്ന എങ്ങനെയാ? ദോഷം കൊടുത്തിട്ടാ. സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പഴയതിലേക്ക് തിരിച്ചു വരണം. പെട്ടെന്നൊന്നും വിചാരിച്ചാൽ നടക്കൂല. ദോഷം അതിൻ്റെതായ ദോഷം എങ്ങനെയൊക്കെ വരും. അള്ള പറയുന്നുണ്ട്, പരീക്ഷണമില്ലാത്ത ഇസ്ലാമില്ല കൂട്ടരെ. പരീക്ഷണമില്ലാത്തവന് സ്വർഗമില്ലെന്നറിയണം സഹോദരങ്ങളെ.
പരീക്ഷണത്തിന്റെ സമ്മാനമാണ് സ്വർഗം. അതത്രയും വിശാലമാണ്, അത്ര അനുഗ്രഹീതമാണ്. മിനിമം ഒരു സ്വർഗവാസിക്ക് കിട്ടുന്ന സ്വർഗം ഈ ഭൂമിയുടെ 10 മടങ്ങല്ലേ. ഒരു സ്വർഗവാസിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സ്വർഗം എത്രയാ? ഉണ്ടല്ലോ കയ്യില് ആവശ്യം പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കില്ലേ, ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമാണ് സൂര്യന്. അതുപോലത്തെ 10,000 കോടി സൗരയൂഥങ്ങളാ, അതുപോലത്തെ 20,000 കോടി ഗാലക്സികളാ. ഇതൊക്കെ എന്തിനാ പടച്ചിട്ടിരിക്കുന്നെന്ന് പറയാൻ ഒരുത്തനും അറിയില്ല. ഇതൊക്കെ എന്തിനാ? ഭൂമി അതൊക്കെ അത് നമുക്ക് ജീവിക്കാനാ. പക്ഷെ ഈ പടയ്ക്കപ്പെട്ട ഈ മഹാപ്രപഞ്ചങ്ങളൊക്കെ എന്തിനാന്ന് ആർക്കും അറിയില്ല. 14 നൂറ്റാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, മിനിമം മുഅ്മിനിന് അല്ലാഹു കൊടുക്കുന്ന സ്വർഗത്തിന് ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മിനിമം. നഷ്ടമുണ്ടോ? ഇനി മരിച്ചാലെന്താ? ഷഹീദായാലെന്താ? നീ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയാലെന്താ? അല്ലാഹു കാക്കട്ടെ. ഡിറ്റൻഷൻ ക്യാമ്പിൽ പോയാ എന്താ? അതിന്റെ പേരിൽ കിട്ടാൻ പോകുന്നത് 10 സെന്റ് അല്ല, 1 ഏക്കറല്ല, അല്ലെങ്കിൽ ഒരു 5 ഏക്കർ തോട്ടമല്ല. ഈ മഹാഭൂമിയുടെ ഈ സമുദ്രങ്ങൾ അലറി വിളിക്കുന്ന, അലമാലകൾ അലറി വിളിക്കുന്ന സമുദ്രങ്ങളുള്ള ഭൂമിയുടെ, അമ്പിളി അമ്മാവനോടക്കം പറയുന്ന ഹിമാലയം 80 കിലോമീറ്റർ ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ഭൂമിയുടെ, അതുപോലെ തന്നെ സഹാറ പോലുള്ള 100 കണക്കിന് 1000 കിലോമീറ്റർ പരന്നു കിടക്കുന്ന സമതലങ്ങളുള്ള ഈ മഹാഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം കുറഞ്ഞ പക്ഷം ഒരു മുസ്ലിമിന് ഞാൻ നൽകുമെന്ന് അള്ളാഹു പറയുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, സ്വർഗത്തിന് ഒരു പരീക്ഷയുണ്ട് ഇവിടെ. ആ സ്വർഗത്തിന്റെ പരീക്ഷയിലാണ് മുസൽമാൻ. ആ മുസൽമാൻ അള്ളാഹ് അനുഗ്രഹം കൊടുത്തു. എവിടേക്ക് അനുഗ്രഹം കൊടുത്തേ? ഇവിടെ കേരളത്തിന്റെ കഥ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ പരീക്ഷണം അനുഭവിക്കുന്ന എല്ലാ രാജ്യത്തും അള്ളാഹു തആല അനുഗ്രഹം. കാശ്മീരിൽ കൊടുത്തില്ലേ? സൗന്ദര്യം, അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ പഴങ്ങൾ, ഏറ്റവും നല്ല സൗന്ദര്യം, നല്ല യോഗ്യതകളൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ കാശ്മീരിന്റെ ഇന്നലകളെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അവർ ആ അനുഗ്രഹങ്ങളോട് വേണ്ട വിധം നന്ദി ചെയ്തില്ല. കാശ്മീർ എന്നൊരു പീഡന പർവ്വതമാണ്. പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ ഓർത്ത് നോക്കുക. ഫലസ്തീൻ ലോകത്തെ ഏറ്റവും സുന്ദരന്മാരാണ്. ഫലസ്തീന്റെ മണ്ണിന്ന് ലോക ഭൂപടത്തിൽ നിന്ന് അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു, സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ജൂതന്റെ സെറ്റിൽമെന്റ് നടക്കുന്ന പ്രദേശം പോയി കണ്ടവനാണ് ഞാൻ. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശത്താണ് അല്ലാഹു അവരെ താമസിപ്പിച്ചത്. അവർക്ക് അല്ലാഹു തആല ഈമാൻ കൊടുത്തവരായിരുന്നു, സൗന്ദര്യം കൊടുത്തവരായിരുന്നു, സമ്പത്ത് കൊടുത്തവരായിരുന്നു, ലോകത്തെ ഏറ്റവും വിദ്യാസമ്പന്നരായ സമൂഹവും അവരായിരുന്നു, ഭൗതിക വിദ്യ. പക്ഷേ പ്രവാചകന്റെ ആ മക്കൾ അള്ളാഹുവിനെ മറന്നുപോയതിന്റെ ഫലമായി അവരിന്ന് അനുഭവിക്കുന്ന അദാബല്ലേ. ഇറാഖ് അനുഗ്രഹം കൊടുക്കാതെ കൊടുത്ത് പരീക്ഷിച്ചില്ല. എവിടെയെങ്കിലും അനുഗ്രഹം കൊടുക്കാതിരുന്നോ? ഇറാഖ് എത്ര സുഖസമൃദ്ധമായിരുന്നു, സമ്പൽ സമൃദ്ധമായിരുന്നു. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നു. ആ രാജ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ യഥാ രാജ തഥാ പ്രജ, ഭരണാധികാരിയും ഭരണീയരും ഒന്നുപോലെ. അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞ നഹ്നു നത്റുകു ഹാദൽ കിതാബ്, ഈ ഖുർആനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനിത് വലിച്ചെറിയുന്നു എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി. സദ്ദാമിനൊരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. അവസാന ഈമാനോട് മരിച്ചു, സ്വർഗം കിട്ടി, അൽഹംദുലില്ലാഹ്. അതാണ് വബലൗനാഹും, നന്മ കൊടുത്ത് അള്ളാഹ് പരീക്ഷിച്ചപ്പോൾ നഹ്നു നത്റുകു ഹാദൽ കിതാബ് എന്ന് പറഞ്ഞ് തന്റെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായ ബഅ്സ് പാർട്ടി കെട്ടിപ്പടുത്ത് അള്ളയെ തള്ളിപ്പറഞ്ഞ് നാടൊട്ടുക്കും തന്റെ പ്രതിമകൾ സ്ഥാപിച്ച അനിസ്ലാമികമായ തേർവാഴ്ച നടത്തിയ സദ്ദാം ഹുസൈൻ ഇറാഖി ജനത വെറുതെ അനുഭവിക്കാന്ന് വിചാരിച്ച അല്ലാഹു തആല അവർക്ക് അനുഗ്രഹങ്ങളുടെ കാനത്ത് ഖറിയത്തൻ ആമിനത്തൻ മുത്മഇന്ന, സുഖസമൃദ്ധമായ നിർഭീതമായ ശാന്തമായ ഒരു ജീവിതം കൊടുക്കാത്ത ഒരു നാടും ഇസ്ലാമിക ലോകത്തില്ല. ഇന്ന് പരീക്ഷിക്കപ്പെടുന്ന നാടുകൾ എല്ലാവർക്കും കൊടുത്തു. അല്ലാഹ് ഗൾഫ് മൊത്തം എടുത്തോ? ഗൾഫിന് അല്ലാഹ് കൊടുത്തതെന്താ? ഗൾഫിന് വലിയ, ഇപ്പൊ ഇറാനിലാകട്ടെ, ഇറാഖിലാകട്ടെ, ഫലസ്തീനിലാകട്ടെ, യമനിലാകട്ടെ, മറ്റെവിടെയും ആയിക്കൊള്ളട്ടെ, പേര് പറയാൻ അറിയാവുന്നതും അറിയാത്തതുമായ മുഴുവൻ ഗൾഫ് നാടുകൾക്കും അല്ലാഹു തആല ഈ പരീക്ഷണത്തോടും തൊട്ടു മുമ്പ് കൊടുത്തത് വബലൗനാഹും ബിൽ ഹസന, നന്മയുടെ പരീക്ഷണം, നന്മയുടെ സുഭിക്ഷതയുടെ പരീക്ഷണമാണ്. ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നും കേരളത്തിൽ നടക്കം മുസ്ലിം മാത്രമല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയുമെല്ലാം അറബികളുടെ അടിമ വേലക്കാരായി ഈ രാജ്യത്ത് നിന്ന് ഒഴുകിപ്പോയില്ലേ? എന്തുകൊണ്ട്? അള്ളാഹു അവർക്ക് അനുഗ്രഹം കൊടുത്തത് കൊണ്ട്. ആ അനുഗ്രഹം കൊടുത്ത നാടുകളാണ് ഇന്ന്, ആ അനുഗ്രഹം കൊടുത്ത നാടുകളാണ് ഇന്ന് നരകയാതന അനുഭവിക്കുന്നതല്ലേ?
അല്ലേ സഹോദരന്മാരെ? അല്ലേ? അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചോ? അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ലോകത്തിന് നന്മ ചെയ്യാൻ ശ്രമിച്ചോ? അവർ കിട്ടിയ സുഖസൗകര്യാദികളുടെ പറുദീസകളിൽ അവരിങ്ങനെ മതിച്ചു പുളയ്ക്കുകയല്ലേ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് അവർ കടുത്ത പരീക്ഷണത്തിലാണ്. ഈ പരീക്ഷണം അവർക്ക് നഷ്ടമല്ല, ഈ പരീക്ഷണം അവർക്ക് ലാഭമാണ്. കാരണം അനുഗ്രഹത്തിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ വിഷമമാണ്, ദോഷത്തിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ എളുപ്പമാണ്. നന്മ കൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങളെ പരീക്ഷിക്കുമെന്നല്ല പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സംശയം വരുമായിരുന്നു. പക്ഷേ അല്ല പറയുകയാ, ചീത്ത കൊണ്ട് നന്മ തന്നിട്ട് നിങ്ങൾ വിജയിച്ചില്ലെന്ന് കണ്ടാൽ ചീത്ത തന്ന് നിങ്ങളെ നാം പരീക്ഷിക്കും കേട്ടോ. സംശയം വേണ്ട. കേരളത്തിൽ, ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഭയരഹിതമായ സന്തോഷമുള്ള ജീവിതത്തിന്റെ എല്ലാ സുഖ കാലാവസ്ഥയും തന്നു. പക്ഷെ നമുക്ക് അള്ളാഹോ അവന്റെ ദീനോ ഒന്നും പ്രശ്നമല്ലായിരുന്നു. നേരത്തെ ഇവിടെ പറയുണ്ടായി നമ്മുടെ നേരെ വന്ന NRCക്ക് മുമ്പ് നമ്മുടെ മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നായിരുന്നല്ലോ. എന്തെങ്കിലും അന്ന് നമ്മൾ ഇളകിയോ? നമ്മൾ ചലിച്ചോ? നമ്മുടെ സുഖജീവിതത്തിന് ഒരു തടസ്സവും ഇല്ല എന്നുള്ളതിന്റെ പേരില് നമ്മുടെ ഈ രാജ്യത്ത് എന്തെല്ലാം പരിപാടികൾ നടത്തിക്കൊണ്ടു. നമ്മുടെ ബാബരി മസ്ജിദ് പൊളിച്ചു, അല്ലേ? നമ്മള് ഇതിനെതിരിൽ പ്രതിഷേധിക്കണമല്ലോ. ഉടനെ നമ്മൾ ഇറങ്ങി പാടുംപൊളി എടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ 25 കൊല്ലം നമ്മൾ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചു. എല്ലാം കോടതിയെ ഏൽപ്പിച്ചിട്ട് നമ്മള് ഒളിച്ച് വഴിമാറി നടന്നു. അവസാനം കോടതി കണ്ടു ഇവർക്കിതൊന്നും പ്രശ്നമല്ല എന്ന് വിധി പറഞ്ഞു. വിധി പറഞ്ഞപ്പോഴോ ഏറ്റവും ഹീനമായ വിധി, ഒരു നീതിക്കും ചേരാത്ത വിധി, ഒരു ലോജിക്കിനും ചേരാത്ത വിധി. എന്നിട്ടും നമ്മൾ ഇത് തെറ്റാണെന്ന് പറയാൻ പോലും കഴിയാതെ ജീവിത കൊതിയുമായി പേടിച്ച് മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചു, അല്ലേ? ബാബരി മസ്ജിദിന്റെ വിധി പറഞ്ഞ് 3 ദിവസത്തേക്ക് കേരളത്തില് ഒരു ശബ്ദം പോലും മുസ്ലിമീങ്ങളുടെ നാക്കിയെന്ന് പുറത്തു വന്നില്ല. ഞാൻ ശ്രദ്ധിച്ചു. 2-3 ദിവസത്തേക്ക് മുസ്ലിം സംഘടനകൾ മിണ്ടില്ല. കാരണം എന്താ? വല്ലതും പറഞ്ഞാൽ വല്ലവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ കോടതി വിധിച്ചല്ലേ. അനീതി ആര് ചെയ്താലും അനീതിയാണെന്ന് പറയേണ്ട ബാധ്യതയുള്ള ഒരു സമുദായമല്ലേ നമ്മള്? ആര് ചെയ്താലും അനീതി എന്ന് പറയേണ്ടതില്ലേ? ആരക്രമം ചെയ്താലും അക്രമം എന്ന് പറയേണ്ടതില്ലേ? അപ്പൊ അത് അവിടെയല്ലേ ഇവിടെയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഒളിച്ചു നടന്നില്ലേ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നതെന്നതിന്റെ സൂചന. സുഖകരമായി ജീവിച്ചപ്പോൾ നമുക്ക് മുമ്പിൽ പലവട്ടം അല്ലാഹ് കൊണ്ടുതന്നതല്ലേ? കൊണ്ടുതന്നില്ലേ? മുത്തലാഖിന്റെ നേരെ കൈവച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? മുത്തലാഖിൽ നിന്ന് മുസ്ലിം പെണ്ണിനെ രക്ഷിക്കാനല്ലെന്ന് മനസ്സിലായതല്ലേ? നമ്മൾ മിണ്ടിയോ? വിധി വന്നപ്പോ മിണ്ടിയോ? തെറ്റാന്ന് പറഞ്ഞോ? ഈ ഇളക്കം നമ്മൾ കാട്ടിയോ? ഇതെന്തിനാണ്? സ്വന്തം ഭാര്യയെ വിവാഹം കഴിച്ചിട്ട് ഇന്ന് വരെ തന്റെ വീട്ടിലൊന്ന് ചേർത്ത് നിർത്താനോ ഒരു കരസ്പർശം നൽകാനോ തയ്യാറാകാത്ത ഒരു പ്രധാനമന്ത്രി മുസ്ലിം പെണ്ണിനെ രക്ഷിക്കാനാണ് മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ നമ്മൾ അന്ധമായി വിശ്വസിച്ചില്ലേ? നമ്മൾ മിണ്ടാതെ നടന്നില്ലേ? നമ്മളെ അല്ലാഹ് പരീക്ഷിക്കുകയായിരുന്നു. നമുക്ക് ആദർശ ബോധമുണ്ടോ? സത്യത്തിന് വേണ്ടി നാം നിൽക്കാൻ തയ്യാറുണ്ടോ? നീതിയുടെ പക്ഷത്ത് നാം നിലയുറപ്പിക്കുമോ? സഹോദരങ്ങളെ, എല്ലാം കഴിഞ്ഞപ്പോ വന്ന് അവസാനം നോട്ട് നിരോധിച്ചപ്പോ മുസ്ലിമിനെ മാത്രം ബാധിച്ചല്ലോ. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വെറുതെ കഷ്ടപ്പെടുത്തുകയല്ലായിരുന്നോ? ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകളെ ക്യൂവിൽ നിർത്തിയ പോലെ ഒരു പീഡനം വന്നപ്പോൾ അത് മുസ്ലിം പ്രശ്നമല്ലായിരുന്നു. പക്ഷെ മുസ്ലിമായ നമ്മൾ ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നില്ലേ? ഇനിയിപ്പോ അത് തന്നെ അന്നും പ്രതികരിച്ചില്ല. അന്നും നമ്മൾ നീതിക്ക് വേണ്ടി നിലയുറപ്പിച്ചില്ല. നിങ്ങളുടെ പെർഫോമൻസ് കാണാനാണ്, നിങ്ങളെ നാം പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തെ അയച്ചതെന്ന് പറഞ്ഞു. നമ്മുടെ പെർഫോമൻസ് ഇവിടെ എല്ലാം മോശമായി, അല്ലേ? അപ്പൊ എന്ത് വേണ്ടു? നോട്ട് നിരോധനത്തിൽ നമ്മൾ ക്യൂ നിന്നതുപോലെ ഇനി നമ്മൾ NRC പൗരത്വം തെളിയിക്കാൻ വേണ്ടി ക്യൂ നിൽക്കണം. പോയിട്ട് എന്തോരം ക്യൂ നിന്നാ മതിയാവും? നിങ്ങൾക്ക് അറിയാവോ? വാപ്പാടെ 1951 വാപ്പയും ഉമ്മയും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയില്ല. ആ കൊണ്ടേ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, ഒരു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ പെടണ പെടാപ്പാട് നമുക്കറിയാലോ, അല്ലേ? ഒരു ആധാറിന് വേണ്ടി നമ്മൾ എന്തോരം കയറി ഇറങ്ങാണെന്നൊന്ന്. ഇനി നമുക്ക് തെളിയിക്കാൻ കഴിയാത്ത രേഖ വേണമെന്നാവശ്യപ്പെടുന്ന പരീക്ഷണം വരുമ്പോൾ നമ്മൾ എത്രമാത്രം കയറി ഇറങ്ങേണ്ടി വരും? ഇതിനു മുമ്പേ ചലിക്കേണ്ട നാം, ഇളകേണ്ട നാം അനുഗ്രഹത്തിന്റെ ആനന്ദത്തിൽ അഭിരമിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്തില്ല. അള്ളാഹ് എന്ത് ചെയ്തു?
അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ അനുഗ്രഹം കാണിച്ചപ്പോൾ അള്ളാഹു തആലയുടെ അനുഗ്രഹത്തോട് നന്ദി കേട് കാണിച്ചപ്പോൾ പേടിയുടെയും വിശപ്പിന്റെയും ഉടയാട അള്ളാഹു ധരിപ്പിച്ചെന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് അനുഭവിക്കാം. പേടി. എല്ലാവരും ചോദിക്കുക, എന്ത് ചെയ്യും ഉസ്താദ്, എന്തെങ്കിലും ഉണ്ടോ പരിഹാരം? എല്ലാ ദിവസവും കാണുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നാണ്. എന്തെങ്കിലും പരിഹാരം. ഞാൻ പറഞ്ഞു, നമ്മുടെ കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കാം, അവർക്ക് വല്ല പരിഹാരം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അല്ല നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോട് ചോദിക്കാം, അവർക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറയട്ടെ. അല്ല നമുക്ക് മുസ്ലിം ലീഗിനോട് ചോദിക്കാം, അല്ല നമുക്ക് PDPയോട് ചോദിക്കാം. ആരുടെയും സൊല്യൂഷൻ ഒന്നുമില്ല. പ്രതിഷേധിക്കുന്നുണ്ടല്ലോ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അതന്നെ നല്ല കാര്യം അല്ലേ? ബഹുമാനപ്പെട്ട കബീർ ഉസ്താദ് പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എന്താ? നമ്മുടെ കൂടെ നടക്കുകയും കുതികാല് ചവിട്ടുകയും ചെയ്യുന്നവരാരാണെന്ന് തിരിച്ചറിയാനും അല്ലാഹു തആല നമുക്ക് അവസരം തന്നു അല്ലേ? അങ്ങനെ ഉണ്ടൊരു വിഭാഗം. പക്ഷേ നമ്മള് ഒപ്പമാണെന്ന് പോലും വിചാരിക്കാതിരുന്നിട്ടും നിങ്ങളുടെ ഒരു ജീവൻ മരണ പ്രതിസന്ധി വന്നപ്പോൾ, നിങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് കേരളത്തിലെ മതജാതി വ്യത്യാസമില്ലാത്ത ജനത നമ്മളോടൊപ്പം നിന്നത് നമ്മൾ കണ്ടു അല്ലേ? അത് അല്ലാഹു തആല നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹം. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്ത് ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ ഒരന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ ഈ പരീക്ഷണം കൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യ രാജ്യത്ത് നടപ്പിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നടപടികളുടെ നേരെ ആർക്കും മിണ്ടിക്കൂടാ, പ്രതിഷേധിച്ചുകൂടാ എന്ന ഒരു അന്തരീക്ഷത്തെ, ഒരു ഭീതിയുടെ അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു അല്ലെ? ഒന്നിനോടും ആരും മിണ്ടിക്കൂടാ. മിണ്ടിയാൽ എന്തോ സംഭവിക്കും. എല്ലാരും ഭയന്ന് വിറച്ചു നിന്നിരുന്നു, ഭയവിഹ്വലരായിരുന്നു. അല്ലാഹു തആല എന്ത് ചെയ്തു? ഇന്ന് കേരളത്തിലെ കൊച്ചു കുട്ടികൾ പോലും നരേന്ദ്രമോദിയെയും അമിത്ഷയെയും വിമർശിക്കാൻ യാതൊരു ഭയപ്പാടുമില്ലാത്ത വിധത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ സാമൂഹിക അന്തരീക്ഷം മാറ്റി തീർത്തു അല്ലേ? പച്ചയ്ക്ക് പറയാ. പലർക്കും പേടിയുണ്ടോ? ആണുങ്ങൾ മടിച്ചു നിന്നിടത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന, ഡൽഹിയിലും ജാമിയ മില്ലിയയിലും ഒക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥിനികൾ പോലും അമിത്ഷായുടെയും യോഗിയുടെയും പോലീസിന്റെ വിരൽ ചൂണ്ടി, വിരൽ മുനയിൽ, വിരൽ തുമ്പിൽ പോലീസിന് നിർത്തുന്ന വിധത്തിൽ തന്റെ ഇടം ആർജിച്ചു അല്ലേ? ഇത് തന്നെയാ ഉമ്മത്തിന് വേണ്ടത്, ഈ തന്റെ ഇടം. ഇതുവരെ പേടിയായിരുന്നു. ബാബരി മസ്ജിദ് പൊളിഞ്ഞാലും വേണ്ടില്ല, ബാബരി മസ്ജിദ് പൊളിച്ചവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാലും വേണ്ടില്ല, മുത്തലാഖ് നടത്തിയാലും വേണ്ടില്ല, വല്ലതും മിണ്ടിയാ വല്ലതും സംഭവിക്കുവോ? പേടിയായിരുന്നു. പേടി. ഒരു IAS ഓഫീസറായിരുന്ന ആള് പിന്നെ MLA ആയി, ഇപ്പൊ വേറെ എടുത്താ. അദ്ദേഹം ഞാനുമായിട്ട് ഇങ്ങനെ ഇരുന്ന് പലപ്പോഴും വർത്താനം പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ സ്വകാര്യ സംഭാഷണം, ആളെ ഞാൻ പറയാത്തത് സ്വകാര്യം പറഞ്ഞാൽ അതിന്റെ പേരില്ല. മതം ഒന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം തന്നെയാണെന്ന് എനിക്കറിയാം മൗലവി എന്ന്. പക്ഷെ വിശ്വസിക്കൂല. കാരണം എന്താ? ലൗലൽ മലാമ, ആളുകൾ ആക്ഷേപിക്കും. അവ ഹിസാറു മസബത്തി, മതം മാറിപ്പോയവനാണെന്ന് ആളുകൾ പറയും. ഇത്രേ ഉള്ളൂ. ഇന്നലെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരു MLA, അയാൾ പറഞ്ഞു, സത്യത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് മാറിയാൽ, ഞാൻ ഇപ്പോൾ ഉള്ള മതത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, മാറിയാൽ ഇസ്ലാമിലേക്ക് മാറുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാരും പറയുന്നവരാ. പക്ഷേ ഈ മാറാൻ ആഗ്രഹിക്കുന്നവരെങ്ങാനും മാറിയാലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് മോഡി മുസ്ലിമീങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിലേക്ക് പോയാൽ നിങ്ങൾക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ലോകം മുഴുവൻ ഉള്ളിൽ ഈ ഒരു പറ്റം ഇബിലീസിയൻ ശക്തികൾ ഒഴികെ അത് ലോകത്തില്ലാതാവും. നമ്മൾ ആരും ആഗ്രഹിക്കണ്ട കേട്ടോ. ഇബിലീസ് ലോകത്തില്ലാതാവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇബിലീസിന്റെ ശക്തികളായ ട്രംപ് ഇല്ലാതാകൂല. ഇബിലീസിന്റെ ആളായ നെതന്യാഹു ഇല്ലാതാകുവോ? ഇബിലീസിന്റെ ആള് മോഡി ഇല്ലാതാകുവോ? ഉണ്ട്. ഇബിലീസിന്റെ ശക്തി ഇസ്ലാമും തമ്മിൽ എന്നും പോരാട്ടത്തില. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നടന്നോട്ടെ. ദേ ഇബിലീസ് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കണ്ടല്ലോ. ഇബിലീസിനെ വിട്ടിട്ട് ആദമിനെ വിട്ട് ഇങ്ങോട്ട് ഉണ്ട്. ഇബിലീസ് ഇവിടെ ഉണ്ട്. ഇബിലീസിന് അനുയായികളുണ്ട്. അത് എണ്ണത്തിൽ എത്ര കുറവൊന്നുമല്ല. എല്ലാ കാലത്തും പ്രവാചകന്മാർ പൊരുതിയത് ഈ ഇബിലീസിയൻ ശക്തികളോടാണ്. വിജയിച്ചതും അവർ തന്നെയാണ്. ഇന്ന ഖാറൂന കാന ഇന്ന ഫിർഔന അലാ ഫിൽ അർളി. ഫറോവ മൂസ നബിയോട് പൊരുതിയില്ലേ? ഇബിലീസിന്റെ പ്രതിനിധിയായ ഫിർഔൻ ഇന്ന് ഈജിപ്തിലെ റോയൽ മ്യൂസിയത്തിൽ ഒരു വിറക് കൊള്ളിയെ പോലെ ഉണങ്ങി വെറുങ്ങലിച്ചു കിടക്കുന്ന ഫിർഔൻ ഞാൻ കണ്ടതാണ്.
ആരാ? ഇബ്ലീസിന് വേണ്ടി പിണിയാളായി പ്രവർത്തിച്ച ലോക ചരിത്രത്തിലെ കിങ്കരന്മാരെ അല്ലാഹു തആല പരിചയപ്പെടുത്തുമ്പോ പറയുന്ന ഒരുത്തനാണ് ഫിർഔൻ. ആ ഫിർഔൻ അലാ ഫിൽ അർളി, അവൻ ഭൂമിയിൽ ലോക പോലീസായി ചമഞ്ഞു. അലാ ഫിൽ അർൾ, അവൻ ലോക പോലീസാന്ന് പറഞ്ഞു. ഫിർഔൻ അന്ന് ഞാനാണ് ലോക പോലീസ്. ട്രംപും ഫിർഔനും തുല്യാണ് ലോക പോലീസ്. ഞാനാണ് ലോകം ഭരിക്കുന്നവൻ. അതുകൊണ്ട് എന്റെ തീട്ടൂരം നിങ്ങൾ കേട്ടോണം. അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ, അവന്റെ ഭരണനയം ഡിവൈഡ് ആൻഡ് റൂളായിരുന്നു. ഖുർആൻ വളരെ പച്ചയായി ഇതിങ്ങനെ തന്നെ പറഞ്ഞു തരണം. അവൻ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ചു. ബ്രിട്ടീഷ് ശക്തികൾ ഇബ്ലീസിന്റെ ശക്തികളാണ്. അവർ ഭിന്നിപ്പിച്ച് ഭരിച്ചു. ഡിവൈഡ് ആൻഡ് റൂള്. ട്രംപ് ഡിവൈഡ് ആൻഡ് റൂളാണ്. ഇബ്ലീസിന്റെ ശക്തിയാണ്. ഇബ്ലീസിന്റെ ശക്തിയാണ്. മോഡി ഇബ്ലീസിന്റെ ആളാണ്. മോഡി ഇബ്ലീസിന്റെ ആളാണ്. വേറെ കാര്യമൊന്നുമില്ല. ഇബ്ലീസിന്റെ ആൾ ഇവിടെ ഉണ്ടായി എന്നുള്ളതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇബ്ലീസ് മരിച്ചു പോയിട്ടില്ല. ഇബ്ലീസിന്റെ അനുയായികളും മരിച്ചു പോകില്ല. അത് ലക്ഷങ്ങളും കോടികളും ഉണ്ടാകും. പക്ഷെ ഇബ്ലീസ് വിജയിക്കില്ല. അന്തിമമായി ഇബ്ലീസിന്റെ അനുയായികളും വിജയിക്കില്ല. കാരണം എന്താണ്? ലോക പോലീസായ ചമഞ്ഞ ഫറോവ, ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ച ഫറോവ, ഒരു മതവിഭാഗത്തെ അടിച്ചമർത്തിയ ഫറോവ. ഖുർആനിൽ അല്ലാഹു തആല ഫിർഔന്റെ സ്വഭാവങ്ങൾ പറയാം. അത് തന്നെയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ ആൺകുട്ടികളെ അറുകല ചെയ്ത ഫറോവ, ഹാഫിള് ജുനൈദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന, ആ മാടുമായി പോയി എന്ന് പറഞ്ഞ് ജാർഖണ്ഡിൽ 13 വയസ്സുള്ള ഒരു ബാലനെ മോബ് ലിഞ്ചിങ്ങിലൂടെ ആൾക്കൂട്ടം തല്ലിച്ചതച്ച് മരത്തിൽ കെട്ടിക്കുതുക്കിയ, അങ്ങനെ ആൺകുട്ടികളെ മുഹമ്മദ് അഖ്ലാഖിനെ അടക്കം ആണുങ്ങളെയും ആൺകുട്ടികളെയും തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും യൂണിവേഴ്സിറ്റികളിൽ കയറി ചെന്നിട്ട് മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ആൺകുട്ടികളെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെയും ഉണ്ട്. തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന ഇബ്ലീസിയൻ ശക്തി, ഫിർഔന്റെ ശക്തി അല്ലാഹു തആല അവരെ പരിചയപ്പെടുത്തി. അവർ കൊല്ലുമായിരുന്നു. സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കാൻ, അവരെ മാനഭംഗപ്പെടുത്താൻ. അവൻ കലാപകാരിയായിരുന്നു. ഇതൊക്കെ മിടുക്കല്ല. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ഭരണാധികാരി കാണിച്ച അവനെന്തോ വലിയ ഹീറോ ആണെന്നാ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. അല്ലാഹു പറയാ അവൻ ഹീറോ അല്ല, അവൻ കലാപകാരിയാണ്. കലാപകാരികൾ കുറെ കാലം അങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഹിറ്റ്ലർ ഹീറോ അല്ലല്ലോ, സീറോ അല്ലേ? അവൻ കലാപകാരിയായിരുന്നില്ലേ? 60 ലക്ഷം ജൂതന്മാരെ വറുത്തെടുത്തില്ലേ? കടല വറുക്കും പോലെ ഗ്യാസ് ചേമ്പറിൽ. ഹിറ്റ്ലർ സ്വന്തം തിരുനെറ്റിയിൽ നിറയൊഴിച്ച് ചത്തില്ലേ? മുസോളിനി, ഇവർ പ്രചോദനം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരല്ല. ആ മുസോളിനിയെ നടുറോട്ടിൽ ജനം തല്ലിക്കൊന്നില്ലേ? ഇറ്റലി എത്രയോ കാലം അടക്കി ഭരിച്ചത് മുസോളിനിയല്ലേ? ജർമ്മനി എത്രയോ കാലം അടക്കി ഭരിച്ചത് ഹിറ്റ്ലർ അല്ലേ? അധികാരമെല്ലാ ഇബ്ലീസിന്റെ ശക്തികൾക്കും അനുയായികൾക്കും അള്ളാഹു ഒരു കാലം കൊടുക്കാറുണ്ട്. ഉറപ്പാ അതിവിടെ നടന്നുകൊണ്ടിരിക്കുക. അത് കാണുമ്പോ ഇസ്ലാമിന് പീഡനമാണ്, ഇത് പരീക്ഷണമാണ് എന്നൊക്കെ പറയുന്നത് എന്തോ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും ABC കൊണ്ട് അറിയാൻ പാടില്ലാത്തതിന്റെ പേരിൽ അല്ലാഹു തആല പറയാ, ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർളി. അവൻ ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നാം തീരുമാനിക്കുന്നുണ്ടായിരുന്നു എന്ത്? അല്ലാഹു പറയാണ്. ഈ സമയത്ത് അള്ളാഹുവിന്റെ തീരുമാനം അരങ്ങേറിക്കൊണ്ടിരിക്കുക ഇന്ത്യയിൽ, ലോകത്ത്. എന്ത്? ലോകം ഇസ്ലാമിന് കീഴടങ്ങാൻ പോകുന്നു. അതാണ് ട്രംപിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന, വിരളി പിടിക്കുന്നത്. അതാണ് പ്രശ്നം. ഇന്ത്യയിലും അത് സംഭവിക്കാൻ പോവുകയാണ്. ഉരീദു അല്ലാഹു പറയുക, അടിച്ചമർത്തപ്പെട്ടവർക്ക് അധികാരം, അവർക്ക് ഉപകാരം, അനുഗ്രഹം ചെയ്യണമെന്ന് നാം അപ്പോൾ തന്നെ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം, ലോകത്തേതെങ്കിലും ഒരു ജനവിഭാഗം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ അവർ രക്ഷപ്പെട്ടു എന്ന് തീരുമാനിച്ചോണം. അടിച്ചമർത്തപ്പെട്ട എല്ലാ വിഭാഗവും പിന്നെ അടിച്ചമർത്തവന്റെ തലയിൽ കയറിയിട്ടുണ്ട്. അറിയോ? ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയെ 38 വർഷം പിടിച്ച് ജയിലിലിട്ട് വെള്ളക്കാരൻ അപ്പാർത്തൈഡിന്റെ പേരിൽ അധികാരം കൊടുക്കാതെ അവസാനം വെള്ളക്കാരന്റെ തലയ്ക്ക് മുകളിൽ നെൽസൺ മണ്ടേലയെ നൂറ്റാണ്ടിൽ കയറ്റിയിരുത്തി. ഇരുത്തിയില്ലേ? അമേരിക്കയിൽ കറുത്ത വർഗക്കാരനെ അടിച്ചമർത്തിയിരുന്നു. എബ്രഹാം ലിങ്കണെ അല്ലാഹു തആല അവരുടെ തലയ്ക്ക് മുകളിൽ കയറ്റിയിരുത്തി, അല്ലേ? അതുപോലെ തന്നെ ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആഫ്രിക്കൻ ജനതകളെ അടിച്ചമർത്തിയിരുന്നു. ഇന്ന് അവർ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അവർ അടിച്ചമർത്തുന്നുണ്ട്.
അമേരിക്ക അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ കറുത്ത വർഗക്കാർ ഇവിടുത്തെ സവർണൻ അടിച്ചമർത്തിയിരുന്നു. പക്ഷെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ന് അവർണനാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അവർണനാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വേറെ കാര്യം. അടിച്ചമർത്തപ്പെട്ട വർഗത്തിന് അധികാരം കൊടുക്കുമെന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിരമായ നടപടിക്രമമാണ്. നുരീദു എന്ന് പറഞ്ഞാൽ അത് മുബാരിയായ ഫീല, അതിങ്ങനെ തുടരുന്ന പരിപാടിയാണ്. ആരെ അടിച്ചമർത്തിയോ അവരെ തലയ്ക്ക് മുകളിൽ വരും. ഇപ്പോൾ ദളിതന്മാർ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നു, ബ്രാഹ്മണന്മാരെ തള്ളി. കാരണം അടിച്ചമർത്തിയവർത്തപ്പെട്ടവർ അവരായിരുന്നു. ഇന്നിവരെല്ലാം കൂടി ചേർന്ന് അടിച്ചമർത്തുന്നത് മുസ്ലിങ്ങളെയാണ്. എന്താ അതിന്റെ അർത്ഥം? അടുത്ത അധികാരം മുസൽമാനാണ് ഇന്ത്യയിൽ. 35 കോടി മുസ്ലിം ഉണ്ട്, 1-2 ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളൊക്കെ കൂടി എടുത്താൽ ഹിന്ദുക്കളെക്കാൾ ഭൂരിപക്ഷം കൂടാ, കുറവൊന്നുമല്ല. പക്ഷെ അത് വേണ്ട. ഇന്ത്യ രാജ്യത്തെ ഈ സവർണന്മാരായ അടിച്ചമർത്തലുകാർ, ഇപ്പൊ പേരുകൊണ്ട് സവർണല്ലെങ്കിലും സവർണ മാനസന്മാർ എന്ന് പറഞ്ഞാൽ മതി. സവർണന്റെ വിടുപണിക്കാരാണ് ഈ അവർണന്മാർ, അധികാരത്തിലിരിക്കുന്നവർ. സവർണ രാജ്യം പണിയാൻ വേണ്ടി സവർണന് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വിടുപണിക്കാരാണ്. അങ്ങനെ ഒരാളുണ്ടായിരുന്നു ഫിർഔന്. അതാരാന്നറിയോ? അതിന്റെ തുടർച്ചയിൽ അല്ലാഹു പറയാ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം. ഇന്ന ഖാറൂന, ഖാറൂൻ എന്ന് പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു ഫിർഔന്. അവൻ കാന മിൻ ഖൗമി മൂസ, അവൻ മൂസയുടെ ആളായിരുന്നു, ജനതയിൽപ്പെട്ട ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ അധകൃതനായിരുന്നു, ദളിതനായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പൊ തിരിച്ച പ്രധാനമന്ത്രി തന്നെയാണത്, ദളിതന്റെ പ്രതിനിധിയാണ്, അല്ലേ? പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അലൈഹിം, അവർക്കെതിരിൽ സവർണന് വേണ്ടിയിട്ട് അവൻ വിടുപണി ചെയ്തു, ഖിബ്തിക്ക് വേണ്ടി. അത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന ജനത ഇന്ത്യയിൽ പരീക്ഷണം, എല്ലാ പരീക്ഷണത്തിലും അതാത് രാജ്യങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അടുത്ത കാലത്താണ് യൂറോപ്പിന്റെ നെഞ്ചകത്ത് ബോസ്നിയ, സെർബിയൻ ക്രിസ്ത്യാനികൾ, ക്രോട്ടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെർബിയൻ ക്രൈസ്തവ ഭീകരന്മാർ അവരെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ വംശഹത്യക്ക് വിധേയമാക്കി. 3 ലക്ഷം ആളുകളെ. സ്ലോബോദൻ മിലോസവിച്ച് എന്ന് പറയുന്ന ആൾ ഇപ്പോഴും അതിന്റെ പേരിൽ ജയിലിൽ കിടക്കുക. ആ ഒരാളെ ജയിലിലിടുക എന്നുള്ളതല്ലാതെ ഐക്യരാഷ്ട്രസഭയൊന്നും അവർക്ക് ഇതിലൊന്നും ചെയ്തിട്ടില്ല. ആ ജനങ്ങൾ ആ യൂറോപ്യൻ മണ്ണിൽ അള്ളാഹുവിനെ അറിയാതെ അനുഗ്രഹങ്ങളുടെ നടുവിൽ ജീവിച്ചു. ഏതുവരെ? അവരുടെ വളരെ ദാർശനികനായ പ്രസിഡന്റ് അലിജ ഇസ്സത്ത് ബെഗോവിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ ബോസ്നിയൻ ജനത അത്രമാത്രം അള്ളാഹുവിൽ നകന്നു പോയിരുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ ഈ പീഡനങ്ങളുടെ നാളുകളിൽ അവരുടെ ഇടയിലേക്ക് ഞാൻ കയറി ചെന്ന് പട്ടാളത്തലവനായ ഞാൻ അവരോട് സലാം പറഞ്ഞപ്പോൾ അവർ സലാം മടക്കിയത് കേട്ടെന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ഒരു പട്ടാളക്കാരനും അതിനു മുമ്പ് സലാം മടക്കിയിട്ടില്ല. സലാം പറഞ്ഞാൽ മടക്കാൻ പോലും അറിയാതിരുന്ന ഒരു ജനതയായി ആ ജനത തകർന്നുപോയി. പടച്ചവന്റെ പരീക്ഷണം വന്നു. ഇന്ന് ബോസ്നിയൻ മുസ്ലിമീങ്ങൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിലേക്ക് മടങ്ങി സന്തോഷത്തോടെ ജീവിക്കുക. ഏത് സമൂഹത്തിനും പ്രതിസന്ധി ഉണ്ട്, അത് അള്ളാഹുവിന്റെ സഹായത്തിന് മുന്നോടിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമാറാകണം. അള്ളാഹു നമ്മെ അറിവ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അതെല്ലാം നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ പ്രതിഫലം പെരുപ്പിക്കാനും നാളെ പരലോകത്ത് നമ്മുടെ സ്വർഗത്തിന്റെ ആ വ്യാപ്തി വർദ്ധിപ്പിക്കാനും അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരാനും വേണ്ടിയിട്ടുള്ള ഒരു അള്ളാഹുവിന്റെ നടപടിക്രമയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.